ആശങ്കയ്ക്കിടെ മലപ്പുറത്ത് എംപോക്സ് ഭീതിയും. ദുബായിൽ നിന്നെത്തിയ ഒതായി സ്വദേശി രോഗലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ഇയാളുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചു. മലപ്പുറത്തിന് പുറമെ കോഴിക്കോടും പാലക്കാടും നിപ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ പരിശോധനയ്ക്ക് അയച്ച 13 സാമ്പിളുകളും നെഗറ്റീവാണ്. നിപ വ്യാപനത്തിന് സാധ്യത കുറവാണെന്നും ആശങ്ക വേണ്ടായെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ദുബൈയിൽ നിന്ന് നാട്ടിലെത്തിയ ഒരു യുവാവിനാണ് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളത്. അപ്പോൾ വന്നതിന് ശേഷം ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ കുടുംബാംഗങ്ങളോടും ഒരു വേറെ റൂമിലാണ് അദ്ദേഹം കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിക്കോഷൻ സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 13 സാമ്പിളുകൾ പരിശോധിച്ചത് നെഗറ്റീവാണ്. അതിനുശേഷം ഇന്ന് ഇത് സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ നിപയുമായി ബന്ധപ്പെട്ട 13 സാമ്പിളുകൾ നെഗറ്റീവാണെന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ എത്ര പേരാണ് നിരീക്ഷണത്തിലുള്ളത്? ഇപ്പോൾ നിപയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് മാത്രമല്ലല്ലോ, കോഴിക്കോടും പാലക്കാടും ഒക്കെ ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ? സ്മൃതി, ജില്ലയിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ 175ഓളം ആളുകളാണ് ഇപ്പോൾ നിപ ബാധിച്ച് മരിച്ച ആളുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിരിക്കുന്നത്. അവരെ പ്രൈമറി കോൺടാക്റ്റായും സെക്കൻഡറി കോൺടാക്റ്റായിട്ടും വേർതിരിച്ചിട്ടുണ്ട്. അതിൽ 100ലധികം ആളുകൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുണ്ട്. അതിൽ തന്നെ 26 ആളുകളാണ് ഹൈയസ്റ്റ് റിസ്ക് കാറ്റഗറി എന്ന പേരിൽ, അഥവാ ഈ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ച ഇയാളുമായി 8-9 തീയതികൾ ഇയാൾക്ക് ശക്തമായ രോഗം അനുഭവപ്പെട്ട ദിവസങ്ങളിൽ ഇയാളുമായി അടുത്തിടപഴകിയ ആളുകളാണ് ഈ ഹൈയസ്റ്റ് റിസ്ക് കാറ്റഗറി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 26 പേരാണുള്ളത്. മാത്രമല്ല, രോഗലക്ഷണങ്ങളോടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ചെറിയ പനി അല്ലെങ്കിൽ തലവേദന ഉൾപ്പെടെ രോഗലക്ഷണങ്ങളോടെ 10ഓളം ആളുകൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള 13 പേരുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ 13 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നുള്ളത് ഈ കേസിൽ തന്നെ ജില്ലയിൽ തന്നെ വലിയ ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. കാരണം ഏറ്റവും കൂടുതൽ രോഗം പകരാൻ സാധ്യതയുള്ള ആളുകളൊക്കെയാണ് ഇപ്പോൾ നെഗറ്റീവ് ആയിരിക്കുന്നത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഇന്ന് ഇല്ലെങ്കിൽ നാളെ അടക്കമുള്ള ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ രോഗലക്ഷണം പ്രകടിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ടാവുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ റിസൾട്ട് നെഗറ്റീവ് ആവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ വാർത്തയാണ്. സ്വാഭാവികമായും നിപ്പയുടെ കാര്യത്തിൽ ജില്ല വലിയ ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് അടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് എംപോക്സ് ആണ്. മലപ്പുറം ഒതായി സ്വദേശിയായ എടവണ്ണ ഒതായി സ്വദേശിയായ ഒരാൾക്കാണ് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തുന്നത്. തിങ്കളാഴ്ച മെഡിക്കൽ കോളേജിലെത്തി ഇയാളുടെ ശരീരത്തിൽ തുടുപ്പുകൾ കാണുകയും അതുപോലെ തന്നെ ഇയാൾക്ക് പനി അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. ചിക്കൻ ബോക്സിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. അതിൽ സംശയം തോന്നിയ ഡോക്ടർമാർ ഇയാളെ നിരീക്ഷണത്തിലേക്ക് മാറ്റുകയും പിന്നീട് ഇയാളുടെ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് ഇയാൾ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ടുകൂടിയാണ് സ്വാഭാവികമായും ഇയാൾക്ക് എംപോക്സ് ആണോ എന്നുള്ള കാര്യം സംശയിക്കാണ്ടായ ഒരു സാധ്യതയും. കാരണം പല വിദേശ രാജ്യങ്ങളിലും വലിയ തോതിൽ ഇത്തരത്തിൽ വ്യാപനം ഉണ്ടാവുകയും 100ലധികം രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ എംപോക്സ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ആകമാനം തന്നെ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ വകുപ്പ് നൽകിയിരുന്നു. ഇതിൻ്റെ കൂടി മുൻകരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള രോഗസാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടതിന് ഈ വ്യക്തി തന്നെ സ്വയം നിയന്ത്രണം പാലിച്ചു എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. നാട്ടിലേക്ക് എത്തിയ ശേഷം അടുത്ത ഇടപഴകുന്ന ആളുകളിൽ നിന്നൊക്കെ കൃത്യമായി ഇയാൾ അകലം പാലിച്ചിരുന്നു. സ്വന്തമായി ശുചിമുറി അയാൾ മാത്രമായി ഉപയോഗിക്കും. അങ്ങനെ വലിയ തോതിൽ മുൻകരുതൽ സ്വീകരിച്ചു എന്നുള്ളത് വലിയ ആശ്വാസകരം തന്നെയാണ്. എന്തായാലും വൈകാതെ തന്നെ ഇതിൻ്റെ പരിശോധന എംപോക്സിൻ്റെ പരിശോധന ഫലം കൂടി ലഭിക്കും. അത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ ജില്ല പൂർണ്ണമായും ആശ്വാസത്തിലേക്ക് എത്തും. സ്മൃതി. ശരി, അഷ്കർ അലിയാണ് മലപ്പുറത്തുനിന്നും വിവരങ്ങൾ നൽകിയത്.